ഓക്കെ ഫൈൻ. സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുമായി ബന്ധപ്പെട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളുടെ എക്സാം അടുത്തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളുടെ എക്സാമിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വരുന്ന സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നവംബർ വരെയുള്ള ആ ഒരു ഷെഡ്യൂളിലാണ് നമ്മളുടെ ഒരു എക്സാം ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മളുടെ ഹാർഡ് വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ എക്സാമിൽ ഉയർന്ന സ്കോറായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുൻകൂറായിട്ട് നമുക്ക് ചെയ്തു വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെപ്റ്റംബർ 1 തീയതിയാണ് എക്സാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 75 ദിവസം, ഒരു 75 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ഈ ഒരു 75 ഡേയ്സ് നമ്മൾക്ക് ഈ പറയുന്ന നമ്മളുടെ സിലബസ് എങ്ങനെ നമുക്ക് കവർ ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യാം, എത്രയൊക്കെ ടോപ്പിക് അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂൾസുകൾ എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം സമയമെടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും വെബിനാറിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വെബിനാറിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസ് ആൻഡ് സ്റ്റഡി സ്ട്രാറ്റജി, നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതെങ്ങനെ പഠിക്കാം, ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ പഠിച്ച ടോപ്പിക്കുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ചുകൂടെ നമുക്ക് തറമായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അതുപോലെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെഫറൻസ് ബുക്ക്, നമുക്കറിയാം നമുക്ക് വേണ്ടുന്ന റെഫറൻസ് ബുക്സ് അതുപോലെ തന്നെ മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വെബിനാറിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 75 ഡേയ്സിന്റെ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 ദിവസം നമ്മൾ മൊത്തമായിട്ട് പഠിക്കുന്നില്ല. അതായത് നമുക്ക് ഇതിനകത്ത് ബേസിക്കലി ഒരു 60 ദിവസത്തെ ഒരു പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി 15 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതൊരു റിവിഷൻ ആണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ 60 ദിവസം കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക്കുകൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു 15 ഡേയ്സിനകത്ത് എന്താണ് 10 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്മളുടെ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള MCQs ചെയ്യുക, എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, എക്സാംസ് മാക്സിമം ചെയ്യുക. അതോടൊപ്പം തന്നെ 5 ഡേയ്സിൽ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു 60 ദിവസമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം 15 ദിവസം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു റിവിഷൻ ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഈ ഒരു സെപ്റ്റംബർ 1 തന്നെ എക്സാം വരണമെന്നില്ല. നമുക്കറിയാം സെപ്റ്റംബറിനും നവംബറിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ബാക്കി വരുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ ആ ഡേയ്സിൽ കൃത്യമായിട്ട് ഒന്നുകൂടി ഇതേ കാര്യം തന്നെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ ഒരു സ്ട്രാറ്റജി, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഷീറ്റ് മെറ്റൽ എക്സാം നിങ്ങൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചുപേർ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഏകദേശം ഒരു 17 ക്വസ്റ്റ്യനോളം അവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അതുമായിട്ട് വന്ന മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കേരള PSC എക്സാംസിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ മാഷന്മാർക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പോയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് കുറച്ച് പരാതി ഉണ്ടായിരുന്നു. അതായത് മറ്റ് ഗൈഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റിൽ നിന്നും കോപ്പി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മളുടെ മാഷന്മാർക്ക് പോയിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പോയിട്ടുള്ളത് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് നല്ല പുതിയ അല്ലെങ്കിൽ
അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മളുടെ നോട്ട്സുകൾ കൃത്യമായിട്ട് നമ്മൾ റെഫർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഫിറ്റർ കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലുമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടിനും കോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. 75 ദിവസമാണ് മൊത്തം പറഞ്ഞിരിക്കുന്നതെങ്കിലും 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ 15 ഡേയ്സ് റിവിഷനുമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ലാസ്റ്റ് ഫിറ്റർ എക്സാം അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് 2017 ആ ഒരു കാറ്റഗറി വിളിച്ചത്. 2020 റാങ്ക് ലിസ്റ്റ് വന്നു. 85 പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് വന്നു. 85 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോഴത്തെ PSCയുടെ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഫോർ എക്സാമ്പിൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന്റെ ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് റിസൾട്ട് വന്ന അല്ലെങ്കിൽ റിസൾട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന ഒരു ലിസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 17-18 പേരുടെ മെയിൻ ലിസ്റ്റ് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഇതേപോലെ എക്സാം നടത്തിയിട്ട് ഏകദേശം 60 അല്ലെങ്കിൽ 60-ന് മുകളിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന ഒരു തസ്തികയായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കേവലം 18 പേരുടെ ലിസ്റ്റ് മാത്രമേ അവിടെയുള്ളൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വളരെ ചെറുതാവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതനുസരിച്ച് കട്ട് ഓഫ് ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ 69 ആയിരിക്കണം എന്നില്ല ഇപ്പോഴത്തെ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ടൈമിൽ ഏകദേശം 48 അഡ്വൈസ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ITയിലൊക്കെ കുറേ അധികം മാഷന്മാർ വരുന്ന വർഷങ്ങളിൽ റിട്ടയർമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏകദേശം നമ്മളുടെ ആ ഒരു സംഖ്യ, അതായത് നമ്മളുടെ അഡ്വൈസ് വരാനുള്ള നമ്പർ വളരെയധികം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. കുറേയധികം വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി ബന്ധപ്പെട്ട്. സോ അതിന്റെ സിലബസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിലബസ്. ഓക്കെ, അപ്പോൾ സിലബസ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി ബന്ധപ്പെട്ട് അപ്പം ഫിറ്ററിന്റെ ഒരു സിലബസ് നമ്മളുടെ കേരള PSCയുടെ ആയിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒരു സിലബസ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ റീസെന്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാൻ ഫിറ്റർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ 3 മാസം മുമ്പ് നമുക്ക് കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സിലബസ് അവൈലബിൾ ആകും. അപ്പോൾ ഇതേ സിലബസ് ആവാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പക്ഷേ നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്ത സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൂടി നമുക്ക് ഒന്ന് മനസ്സിൽ ഇരുത്തിയേക്കണം, നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫയർ അല്ലെങ്കിൽ സൈൻ ബോർഡ്സുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഫിറ്റർ കോഴ്സുകളുടെ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ നമ്മളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടി നമ്മളുടെ മനസ്സിലേക്ക് ഒന്ന് കരുതി വെച്ചിരിക്കണം, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ നോക്കണം. ഹലോ, പറഞ്ഞോളൂ. ഇല്ല സാർ, ഒരു സെക്കൻഡ്. സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആണോ കൊടുത്തിരിക്കുന്നത്? സാറ് സ്ലൈഡ് മാറ്റുന്നുണ്ടോ? സ്ലൈഡ് മാറ്റുന്നുണ്ട്, കാണുന്നില്ല ആണോ? പക്ഷെ വിസിബിൾ ആവുന്നില്ല. ഒരു നിമിഷം. സാർ എന്റെ സ്ക്രീൻ കൊടുക്കാമോ? നോക്കാം, കൊടുക്കാം. ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണ് സാർ. ഓക്കെ. അപ്പൊ ഇത് കണ്ടിരുന്നില്ല അല്ലെ? ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്താണ്, അതായത് നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ഡേറ്റയാണ് നമ്മൾ പറഞ്ഞത്. ടോട്ടൽ 48 ആണ് നമ്മളുടെ അഡ്വൈസ് പോയിരുന്നത്. 69 ആയിരുന്നു ലാസ്റ്റ് കട്ട് ഓഫ്. ഓക്കെ, 85 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്സാമിന്റെ റിസൾട്ട് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആവില്ല എന്നുള്ളത്. വളരെ ചെറിയ ഷോർട്ട് ലിസ്റ്റ് ആവാനാണ് സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിച്ച് നല്ല ഉയർന്ന മാർക്ക് നേടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല, നമുക്ക് ജോലി നേടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക.
മാക്സിമം നെഗറ്റീവ്സ് ഒഴിവാക്കുക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് വരുമ്പോൾ 10 മൊഡ്യൂളുകളായിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലെ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ സിലബസ് അവൈലബിൾ അല്ല നിലവിൽ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ സിലബസ് നമ്മുടെ PSC അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീസെന്റ് ആയിട്ട് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ല ഫിറ്റർ, അതായത് ട്രേഡ്സ്മാൻ ഫിറ്റർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിറ്റർ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ അത് റെഫറൻസ് ആക്കിക്കൊണ്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സിലബസ് വരാൻ സാധ്യതയുണ്ട്, നമുക്ക് കിട്ടും. അന്നേരം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധ്യതയുള്ളത് കൃത്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൂടി ഒന്ന് മനസ്സിൽ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, സോ നമ്മളുടെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 10 മൊഡ്യൂളുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏകദേശം നമ്മളുടെ സിലബസിൽ അല്ലെ നമ്മളുടെ കോഴ്സസിൽ കവേർഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. സോ നമ്മളുടെ ക്ലാസ്സസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ ആ ഓരോ മൊഡ്യൂൾ വൈസിലുള്ള ടെസ്റ്റുകൾ അല്ലെ, ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, അതിന്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 നോക്കി, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്. അപ്പൊ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിറ്റർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. ഓക്കെ, അപ്പൊ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട് എത്രയാണ് മാർക്ക് വന്നിരിക്കുന്നത്? 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് ഈ പറയുന്ന മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി മൊത്തത്തിൽ 60 ദിവസം നമ്മൾ എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തം 60 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 60 ദിവസവും ഈ 60 ദിവസം കൊണ്ട് നമ്മൾ 10 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഓൾറെഡി നമ്മൾ എന്താണ് കുറെയൊക്കെ നമ്മൾ കവേർഡ് ആണ്, കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്സുകൾ മൊഡ്യൂൾ വൈസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട് നോക്കി, മാർക്കിംഗ് മീഡിയ, ലീനിയർ മെഷർമെന്റ്, അതുപോലെ തന്നെ ലീനിയർ മെഷർമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട് സ്ക്രൈബേഴ്സ്, ഡിവൈഡേഴ്സ്, ഡാറ്റം, കാലിപ്പേഴ്സ്, ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്, സർഫസ് ഗേജ്, വി ബ്ലോക്ക്, സർഫസ് പ്ലേറ്റ്, മാർക്കിംഗ് ഓഫ് ടേബിൾ, ആംഗിൾ പ്ലേറ്റ്, പാരലൽസ് ആൻഡ് കോമ്പിനേഷൻ സെറ്റ്. വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ് അല്ലെ ഈ പറയുന്ന മാർക്കിംഗ് ടൂൾസ് അല്ലെങ്കിൽ മാർക്കിംഗ് മീഡിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ എന്താണ് കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ പെർഷ്യൻ ഗ്ലൂ അങ്ങനെയുള്ള മാർക്കിംഗ് മീഡിയകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെഷർമെന്റ്, ലീനിയർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എന്താണ് സ്റ്റീൽ റൂള്, അതുപോലെ തന്നെ സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ ഡിവൈഡേഴ്സ്, ഡാറ്റം, കാലിപ്പേഴ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസ് അല്ലെ, ടൈപ്സ് ഓഫ് പഞ്ചസ്. അപ്പൊ പഞ്ചസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 5 ദിവസം അല്ലെ, ഒരു 5 ദിവസം നമുക്ക് 5 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക അല്ലെ. 5 ദിവസം മതിയാകും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനകത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അല്ലെ. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്, അതിന്റെ കണ്ടന്റ് ഉണ്ട്, അതിന്റെ നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് നോട്ട്സ് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കൂടി നമ്മുടെ എഫേർട്ട് എടുക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന നോട്ടുകൾ അവിടെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്തിടാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ 5 ദിവസം കൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോഴും അത് 10 മാർക്കാണ് അല്ലെ. അവിടെ നോക്കി ഹാമേഴ്സ്, അപ്പൊ ഇവിടെ നോക്കി ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഹാമേഴ്സ്, അപ്പൊ ടൈപ്സ് ഓഫ് ഹാമേഴ്സ്, ഹാമേഴ്സിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഹാമേഴ്സ് എന്ത് രീതിയിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, ടൈപ്സ് ഓഫ് വൈസസ് അല്ലെ, ഇത്തരത്തിൽ ആ ഒരു ഹോൾഡിംഗ് ഡിവൈസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള വൈസസ്, സി ക്ലാമ്പുകൾ, ദെൻ സ്പാനേഴ്സ്, പ്ലയേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ അല്ലെ. ഇവിടെ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ. റീസെന്റ് നമ്മുടെ എന്താണ് ഫിറ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അവിടെ നിന്നും കൃത്യമായിട്ട് സ്റ്റീൽ റൂളിൽ നിന്നും ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ട്രൈ സ്ക്വയർ,
ദെൻ അതിന്റെ എന്താണ് ലീസ്റ്റ് കൗണ്ട്, അതിന്റെ ആക്യുറസി എത്രയാണ്, അതിന്റെ ടൈപ്സ്, ജെന്നി കാലിപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ എന്ന് നമ്മൾ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ എന്ന് പറയാറുള്ള ജെന്നി കാലിപ്പർ, ദെൻ സ്ട്രൈറ്റ് എഡ്ജ് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രൈറ്റ് എഡ്ജ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, മെഷർമെന്റ് ഓഫ് ആംഗിൾസ്, ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, അതിന് സെമി ഉണ്ട്, പ്രിസിഷൻ ഉണ്ട്. അപ്പൊ സെമി പ്രിസിഷൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ, അതുപോലെ തന്നെ മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ്, അത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ആൻഡ് മെട്രിക് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2 പറയുന്നത്. 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതും നമുക്ക് എന്താണ് ഈ പറയുന്ന 3 ലൈൻസ് കൃത്യമായിട്ട് നമുക്ക് ഇതിന് നോട്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ അതെല്ലാം പഠിച്ചവരാണ്. ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, 5 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. മൂന്നാമത്തെ മൊഡ്യൂള് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വലിയൊരു മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത് വലിയ മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് 5 ദിവസം കൊണ്ട് നമുക്ക് കഴിയില്ല. ഏകദേശം ഒരു 7 ദിവസം, 2 ദിവസം കൊണ്ട് അഡീഷണൽ എടുത്തോ നിങ്ങൾ. 7 ദിവസം കൊണ്ട് ഈ മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോസ് ഈ പറഞ്ഞ രീതിയിൽ മൊഡ്യൂൾ 3 മാക്സിമം വീഡിയോസ് നമ്മൾ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ദെൻ അഡീഷണൽ പോയിന്റ്സുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, നമ്മളുടെ ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് അത് കണ്ടക്ട് ചെയ്യുക. അല്ലെ, ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊഡ്യൂളിന്റെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. വീണ്ടും എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ പോയിന്റ്സുകൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാക്സിമം എന്താണ് പോയിന്റുകൾ അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആക്കുക. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അത് ആ ഒരു ഡേറ്റാസ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു നോട്ട്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിവൈസ് ചെയ്ത് തറവാക്കാൻ പറ്റും. അല്ലെ, അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ 7 ദിവസം കൊണ്ട് ഓക്കെ ഈ കട്ടിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, മറ്റ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ് ഈ പറഞ്ഞ കട്ടിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറ്റ് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, സോ അത് ആദ്യം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ എന്താണ് 1 by 1 അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാം. സോ എലമെന്റ്സ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ഫയൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രേഡുകൾ, അതിന്റെ ഷേപ്പുകൾ, then types, needle file, special files, pinning of files, and care and maintenance, then convexity of file എന്ന് പറയുന്ന ടോപ്പിക്, ഫയൽ എന്ന് പറയുന്ന കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതിലുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, സംശയമൊന്നും വേണ്ട. സോ ഫയലിംഗ് ടെക്നിക്സ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഫയലിംഗ് ടെക്നിക്സ് കൊണ്ട് 3 തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അത്രയും കഴിഞ്ഞാൽ ഫയൽസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹാക്സോയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഫ്രെയിംസ്, ദെൻ ബ്ലേഡ്സ്, ടൈപ്സ് ഓഫ് ചിസൽസ്, സ്ക്രാപ്പേഴ്സ്, ഡ്രില്ലിംഗ് അല്ലെ, അത് കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് വന്നു. ടൈപ്സ് ഓഫ് ഡ്രിൽസ്, ഡ്രില്ലിംഗ് മെഷീൻ, റീമർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഓൾറെഡി ഹോൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഷേപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റീമിംഗ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. സോ റീമിംഗ്, അത് കഴിഞ്ഞാൽ ഹാൻഡ് ടാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ഹാൻഡ് ടാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹാൻഡ് ടാപ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, അത് 3 തരത്തിലുള്ള ടാപ്പുകൾ ഉണ്ട് നമ്മൾ പഠിച്ചു. ഇന്റേണൽ ത്രെഡ് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡിംഗ് ഡൈസ്, ദെൻ അതിനുശേഷം ഡ്രില്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. സോ അതിനുശേഷം ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്, ദെൻ അതിന്റെ ഓപ്പറേഷൻസ് ലൈക്ക് കൗണ്ടർ സിങ്കിങ്, റേഡിയസ്, ഫില്ലറ്റ് ഗേജസ്, ദെൻ ഫീലർ ഗേജസ്, ഗ്രൈൻഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വന്നു. സ്റ്റാൻഡേർഡ് ഗ്രൈൻഡിംഗ്, വീൽ മാർക്കിംഗ്, അതുപോലെ തന്നെ വീൽ മാർക്കിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഗ്രൈൻഡിംഗ് മെഷീൻ, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിംഗ് മെഷീൻസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നോക്കി കട്ടിംഗ് ടൂൾസ് ആയിട്ടുള്ള ഫയൽസ്, അതുപോലെ തന്നെ ഹാക്സോ ബ്ലേഡുകൾ, ദെൻ അതുപോലെ തന്നെ ഡ്രിൽ ബിറ്റുകൾ, ഓക്കെ, അതുപോലെ ഇന്റർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡ് ടാപ്സുകൾ, റീമർ, അതുപോലെ തന്നെ ത്രെഡിംഗ് ഡൈസ്, ഡ്രില്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രൈൻഡിംഗ് വീല്, ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിറ്റർ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 10 മാർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ 7 ദിവസം കൊണ്ട് നമ്മൾ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 3 ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഓൾറെഡി പഠിച്ചവരാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഡ്രില്ലിംഗ് മെഷീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൈൻഡിങ്ങിൽ നിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മിനിമം നമുക്ക് നോക്കി എന്താ ഫയൽസിൽ നിന്നൊരു 3 ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ നിന്നൊരു 3 ചോദ്യം, ഗ്രൈൻഡിങ്ങിൽ നിന്നൊരു 3 ചോദ്യം അല്ലെ, 9 ചോദ്യമായി. അതിനുശേഷം ഒരു പ്രോബ്ലം, നമ്മളുടെ ഒരു എന്താണ് കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഫീഡ് കണ്ടുപിടിക്കാനോ ഡെപ്ത് ഓഫ് കട്ടോ RPM കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആയാൽ 10 മാർക്ക് അവിടെ നിന്നുമാകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് അതിന് കൃത്യമായിട്ട് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരൂ. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ്, പ്രിസിഷൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൈക്രോമീറ്റേഴ്സ്, വെർനിയർ കാലിപ്പേഴ്സ്, അങ്ങനെയുള്ള പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലേക്കാണ് നാലാമത്തെ മൊഡ്യൂൾ. അതും 10 മാർക്കാണ്. സോ അവിടെയും നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് 7 ദിവസം എടുത്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ 3, 4, 7 ദിവസമാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് വരുന്നുണ്ട്. ദെൻ ഗേജസ്, സ്ലിപ്പ് ഗേജസ് വരുന്നുണ്ട്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഫോർ എക്സാമ്പിൾ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്ലിപ്പ് ഗേജസ് വരുന്നുണ്ട്. സൈൻ ബാർസ് വരുന്നുണ്ട്. ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടും 7 ദിവസം നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ ആണ്. 10 മാർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്, അല്ലെ, 10 മാർക്ക്. അപ്പൊ ഇവിടെ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂളുകളും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മൊഡ്യൂളുകൾക്കും 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചില മൊഡ്യൂളുകൾ വളരെ ചെറുതും ചിലത് കുറച്ച് വലുതുമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ വലിയ മൊഡ്യൂളുകൾക്ക് അല്പം ദിവസം കൂടുതൽ എടുത്ത് വേണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സ്ക്രൂ ത്രെഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്രൂ ത്രെഡ്, അതിന്റെ ടെർമിനോളജി, അതിന്റെ പാർട്സുകൾ, ദെൻ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡുകൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡുകൾ അല്ലെങ്കിൽ ആക്മി ത്രെഡുകൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, അതിന്റെ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പിച്ച് എത്രയാണ്, അതിന്റെ ഡെപ്ത് ഓഫ് കട്ട് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റനേഴ്സ്, കീസ്, ബോൾട്ട്, വാഷേഴ്സ്, സ്റ്റഡ്, സെറ്റ് സ്ക്രൂസ്, കോട്ടർ പിൻസ്, അതുപോലെ തന്നെ കപ്ലിംഗ്, സർക്ലിപ്സ്, അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെ, ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ പെർമനന്റ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്, ടെമ്പററി ഫാസ്റ്റനേഴ്സ് ഉണ്ട്, സെമി പെർമനന്റ് ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ടൈപ്പിൽ നമുക്ക് ഇത്തരത്തിൽ വാഷേഴ്സ് അല്ലെങ്കിൽ നെറ്റ് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പററി ആയിട്ടുള്ള ഫാസ്റ്റനേഴ്സ് ആണ്. നെക്സ്റ്റ് സോൾഡറിംഗ്, ബ്രേസിംഗ്, റിവെറ്റിംഗ്, ടൈപ്സ് ഓഫ് റിവെറ്റ്, ഡിഫക്റ്റിംഗ് റിവെറ്റിംഗ് ആണ് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സോൾഡറിംഗ്, ബ്രേസിംഗ്, അതുപോലെ തന്നെ റിവെറ്റിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമുക്ക് ആദ്യത്തെ 2 ലൈനിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം വരുന്നത് പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടാണ്. സോ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ബെൽറ്റ് ആൻഡ് ബെൽറ്റിംഗ്, അല്ലെ, ബെൽറ്റ് ആൻഡ് ബെൽറ്റ് ഡ്രൈവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ബെൽറ്റ് ഫാസ്റ്റനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദെൻ അതുമായി ബന്ധപ്പെട്ട സ്ലിപ്പ് എന്താണ്, ക്രീപ്പ് എന്താണ്, ക്രൗണിംഗ് ഓഫ് പുള്ളി, അതുപോലെ തന്നെ ഡ്രസ്സിംഗ്, ടൈപ്സ് ഓഫ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ബെൽറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ബെൽറ്റ് ആൻഡ് ബെൽറ്റ് ഡ്രൈവ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ്, അതിനുശേഷമാണ് ഗിയർ വരുന്നത്. ഗിയർ, അപ്പൊ സ്പർ ഗിയറിന്റെ ടെർമിനോളജി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഗിയർ, ഒരു ടൈപ്സ് ഓഫ് ഗിയറിനോടൊപ്പം തന്നെ സ്പർ ഗിയർ എന്താണ്, അല്ലെങ്കിൽ സ്പർ ഗിയറിന്റെ ടെർമിനോളജി, അല്ലെ, എന്താണ് മൊഡ്യൂൾ, എന്താണ് ഡയമീറ്റർ പിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ടൈപ്സ് ഓഫ് ഗിയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എങ്കിൽ തന്നെയും കൃത്യമായിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ക്ലച്ചസ്, അല്ലെ, ക്ലച്ചസ് പവർ ട്രാൻസ്മിഷനകത്ത് വരുന്ന മറ്റൊരു ഡിവൈസ് ആണ് ക്ലച്ചസ് എന്ന് പറയുന്നത്. സോ ക്ലച്ചസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ബെയറിംഗ്സ് ടൈപ്സ്, അല്ലെ, എന്താണ് ബെയറിംഗിന്റെ ടൈപ്പ് എന്താണ്, ബെയറിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മളുടെ 5ാമത്തെ മൊഡ്യൂൾ ഉള്ളത്. 10 മാർക്കാണ്. സോ അവിടെ നമുക്ക് നമുക്ക് 7 ദിവസം എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ, 7 ദിവസം എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആവുന്ന രീതിയിൽ നമ്മുടെ നോട്ട്സുകളും നമ്മുടെ ക്ലാസ്സസും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ, യാതൊരു പ്രശ്നവും അതിനകത്തില്ല. ഓക്കെ, സോ 5ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട് 6ാമത്തെ മൊഡ്യൂൾ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കി ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, അല്ലെ, ഇത്തരത്തിൽ അയൺ കണ്ടന്റ് ഉള്ളതിനെ നമ്മൾ ഫെറസ് എന്നും അയൺ പ്രധാനമായിട്ട് അല്ലാത്തുള്ള നമ്മൾ എന്താണ് നോൺ ഫെറസ് എന്നും പറയാറുണ്ട്, അല്ലെ. അപ്പൊ അത്തരത്തിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, അതിനകത്ത് തന്നെ നമുക്കറിയാം കാസ്റ്റ് അയൺ, അല്ലെ, 2% മുകളിൽ കാർബൺ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അയൺ കാർബൺ ആലോചിക്കകത്ത് 2% കൂടുതലാണ് കാർബൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ കാസ്റ്റ് അയൺ എന്ന് പറയാൻ പറ്റും, അല്ലെ. അപ്പൊ അത്തരത്തിൽ കാസ്റ്റ് അയൺ, അതിന്റെ ടൈപ്പുകൾ, ദെൻ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 2% താഴെയാണ് കാർബൺ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ എന്ന് പറയാം. അപ്പൊ സ്റ്റീലിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് സ്റ്റീൽ, അതുപോലെ തന്നെ സ്റ്റീൽ അലോയ്സ്,
ഇത്തരം കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അല്ലെ. ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിനകത്ത് അനീലിംഗ്, നോർമലൈസിംഗ്, ഹാർഡനിങ് പ്രോസസ്, അതിനകത്ത് തന്നെ എന്താണ് സർഫസ് ഹാർഡനിങ് പ്രോസസ് ആയിട്ടുള്ള കേസ് ഹാർഡനിങ് ടെസ്റ്റ് അല്ലെ, ഹാർഡ്നെസ് ടെസ്റ്റ്, അതുപോലെ ഇമ്പാക്ട് ടെസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ കേസ് ഹാർഡനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സർഫസ് ഹാർഡനിങ് പ്രോസസ്സുകളാണ്. അതുപോലെ തന്നെ ഹാർഡനിങ് ടെസ്റ്റ് അല്ലെ, ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, റോക്കോവെൽ ഹാർഡ്നെസ്, ബ്രിണൽ ഹാർഡ്നെസ്, വിക്കേഴ്സ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പാക്ട് ടെസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐസോഡ് ടെസ്റ്റ്, ചാർക്കി ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിൽ തന്നെ നമുക്ക് 5 ദിവസം കൊണ്ട് ആ ഒരു മൊഡ്യൂൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 5 ദിവസം കൊണ്ട് മൊഡ്യൂൾ 6 കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഏഴാമത്തെ മൊഡ്യൂൾ നോക്കേ. അവിടെ ഫോർജിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഫോർജിങ്. സോ 2 ലൈനേ ഉള്ളൂ, 10 മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഫോർജിങ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഫോർജിങ് ഹാൻഡ് ടൂൾസുകൾ, അവിടെ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളുകൾ എന്താണ്, ഫോർജിങ് ആൻവിലിന്റെ ഫംഗ്ഷൻ എന്താണ്, ആൻവിലിന്റെ മെറ്റീരിയൽ എന്താണ്, ഫോർജിങ് ഓഫ് സ്റ്റീൽസ്, ഫോർജിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണുള്ളത്, അവിടെ ഫോർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവിടെ എന്താണ് ഡ്രോയിങ് ഔട്ട് ആൻഡ് ഡിഫക്ട് ഇൻ അപ്സെറ്റിംഗ് പ്രോസസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. 10 മാർക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ്. നമുക്ക് 5 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഇതെന്താണ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതൊക്കെ നമ്മൾ പഠിച്ചതുമാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് 7ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. 8ാമത്തെ മൊഡ്യൂൾ എന്താണ്, ഷീറ്റ് മെറ്റൽ വർക്ക് അല്ലെ. ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഷീറ്റ് മെറ്റൽ വർക്കിനകത്ത് നമുക്ക് അധികം ഡെപ്തിലേക്കൊന്നും പോകണ്ട. ഇവിടെ നോക്കി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടൂൾസുകളാണ് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുള്ളത്. ടൈപ്സ് ഓഫ് സ്നിപ്സ് അല്ലെ. സ്നിപ്സ് നമുക്കറിയാം എന്താണ്, ഷിയർ അല്ലെ, കത്രിക പോലെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്നിപ്സുകൾ. ദെൻ മാലറ്റ് അല്ലെ, വുഡൻ മാലറ്റ്സ്, ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസ്, അതിനകത്ത് തന്നെ കോമ്പസ്, അതുപോലെ തന്നെ സ്റ്റേക്സ് അല്ലെ. നമുക്കറിയാം വർക്കിനെ നമുക്ക് ഫോം ചെയ്യാനും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് സ്റ്റേക്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്റ്റേക്സ്, ദെൻ അതിന്റെ യൂസ്, മെറ്റൽസ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, ജോയിന്റ്സ്, ബെൻഡിങ് മെഷീൻ എക്സെട്ര. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പം വളരെ സർഫസ് ലെവലിലുള്ള സ്നിപ്പ് എന്താണ്, ബേസിക് ടൂൾസുകൾ, അതിനകത്ത് തന്നെ സ്റ്റേക്സ് വരുന്നുണ്ട്. സ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷീറ്റ് മെറ്റൽ ആൻവിൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്നറിയപ്പെടുന്ന ടൂളാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ കുറച്ച് ടൈപ്പുകളുണ്ട്, നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മളെല്ലാവരും പഠിച്ചത് തന്നെയാണ്. അപ്പൊ അതൊന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. സോ മെറ്റൽസ് യൂസ് ഇൻ ഷീറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് അല്ലെ, ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ട് ഷീറ്റുകൾ നിർമ്മിക്കാറുണ്ട്. അത് ഏതൊക്കെ ഷീറ്റ് മെറ്റലുകളാണെന്നുള്ളത് മനസ്സിലാക്കണം. നിലവിലുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ജോയിന്റുകൾ ഉണ്ട്, ബെൻഡിങ് മെഷീൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഷീറ്റ് മെറ്റൽ വർക്കുമായി ബന്ധപ്പെട്ടും അവിടെയും നമുക്ക് അത്യാവശ്യം 7 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് മെറ്റൽ കൃത്യമായിട്ട് നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട് ഷീറ്റ് മെറ്റൽ. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്, 9ാമത്തെ മൊഡ്യൂൾ വെൽഡിംഗ് എന്ന് പറയുന്നതാണ്. അപ്പം നേരത്തെ നമ്മൾ ഫാസ്റ്റനിങ്ങിനകത്ത് സോൾഡറിങ്ങും ബ്രേസിങ്ങും റിവെറ്റിങ്ങും ഒക്കെ കണ്ടിരുന്നു, പക്ഷെ അവിടെ വെൽഡിംഗ് നമ്മൾ കണ്ടിരുന്നില്ല അല്ലെ. സോ വെൽഡിംഗ് നമുക്ക് മറ്റൊരു മൊഡ്യൂളായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഗ്യാസ് വെൽഡിംഗ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ജനറൽ സേഫ്റ്റി കാര്യങ്ങൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും ചോദ്യം വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എപ്രോൺസ് എന്താണ്, അല്ലെങ്കിൽ ഗ്ലൗസസ് എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദെൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ്, ദെൻ ഗ്യാസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് അല്ലെ. ഇത്തരത്തിൽ വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസസ്, ഫോർ എക്സാമ്പിൾ ഓക്സി ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ ഗ്യാസുകൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് നമുക്ക് അവൈലബിൾ ആണ്. ടൈപ്സ് ആൻഡ് യൂസ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം, ഇവിടെ എന്താണ് C2H2 എന്നുള്ള അസറ്റിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കൂടുതലും. ഓക്കെ, അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റർ, ഈ പറഞ്ഞ അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വെൽഡിംഗ് നോസിൽസ്, അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോമൺ മെറ്റൽസ് അല്ലെ. ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള കുറെ മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മൾ നോട്ട്സിൽ അവൈലബിൾ ആണ്, കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദെൻ അതുപോലെ തന്നെ വെൽഡിംഗ് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്, എന്താണ് ഫ്ലാഷ് ബാക്ക്, എന്താണ് ബാക്ക് ഫയർ, ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സ്, അതുപോലെ തന്നെ ജോയിന്റ്സ്, ആർക്ക് വെൽഡിംഗ് മെഷീൻ അല്ലെ. അതിനുശേഷം എന്താണ് ആർക്ക് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ആർക്ക് വെൽഡിംഗ് മെഷീൻ ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് മെഷീൻ ഏതാണ്, AC മെഷീൻ, DC മെഷീൻ, അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട്. ദെൻ വെൽഡിംഗ് ഡിഫക്ട് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡ്.
അപ്പൊ ഇത് കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ 9ാമത്തെ മൊഡ്യൂൾ വെൽഡിംഗ് കിടക്കുന്നുണ്ട്. 10 മാർക്കാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. സോ അത് നമുക്ക് എന്താണ് 7 ദിവസം കൊണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ 7 ദിവസം നമ്മൾ വെൽഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നു. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരാം. 10ാമത്തെ മൊഡ്യൂൾ നോക്കിയേ. 10ാമത്തെ മൊഡ്യൂൾ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂൾ അല്ലെ. ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂൾ ആണ് നമ്മൾ പഠിക്കേണ്ടത്. മദർ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂൾ. സോ ആ ഒരു മെഷീൻ ടൂൾ എല്ലാവർക്കും സുപരിചിതമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള മെഷീനാണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കി പ്രധാനപ്പെട്ട പാർട്ടുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലെയ്ത്ത് മെഷീനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടുത്തെ മെക്കാനിസം, ദാറ്റ് ഈസ് ഡ്രൈവിംഗ് മെക്കാനിസം, ബാക്ക് ഗിയർ മെക്കാനിസം എന്താണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസ് അല്ലെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഏതൊക്കെ ടൂളുകൾ യൂസ് ചെയ്യുന്നു, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ആംഗിൾസുകൾ എന്തൊക്കെയാണ്, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കട്ടിംഗ് ടൂളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ലെയ്ത്ത് ഓപ്പറേഷൻസ്, പ്രധാനപ്പെട്ട ലെയ്ത്ത് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അതിനകത്ത് തന്നെ ത്രെഡ് കട്ടിംഗ് വരുന്നുണ്ട്, കട്ടിംഗ് സ്പീഡ്, ഫീഡ് ഡെപ്ത് ഓഫ് കട്ട് അല്ലെ, കട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, കട്ടിംഗ് സ്പീഡ് ഡെപ്ത് ഓഫ് കട്ട് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ലാസ്റ്റില് സേഫ്റ്റി ഇൻ ലെയ്ത്ത് അല്ലെ, ലെയ്ത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 10ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ 10 മൊഡ്യൂളുകളാണ് അല്ലെങ്കിൽ 10 ടോപ്പിക്കുകളാണ് നമുക്ക് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതുള്ളത്. അതിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. നിലവിൽ എന്താണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള സിലബസ് അവിടെ നമുക്ക് വന്നിട്ടില്ല എങ്കിൽ തന്നെയും നമ്മുടെ ആ ഒരു നിമി ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐ ടി എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ബുക്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ബുക്കിൽ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നമ്മളെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക, നോട്ട്സ് ഫോളോ ചെയ്യുക, അഡീഷണൽ പോയിന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് റിവിഷൻ ടെസ്റ്റുകൾ നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ് 5 days കൊണ്ട് നമുക്ക് ലെയ്ത്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഒരു ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറഞ്ഞു. ഹലോ സാറേ, ഒരു ഡൗട്ട് ഉണ്ട്. ഇതില് ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും ഇല്ലേ? ഇല്ല, നിലവില് അതായത് നമ്മളുടെ ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും ഒക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഫോർജിങ് ഒന്നും ഇപ്പൊ നിലവിൽ നമ്മളുടെ ഫിറ്റിങ്ങിനകത്ത് ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ല. അപ്പൊ ഇത് ശരിക്കും PSC എന്താണ് പഴയ ഒരു സിലബസ് കോപ്പി ചെയ്തിടുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഇപ്പൊ റീസെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റ് മെറ്റലിന്റെ എക്സാമിന്റെ ഒക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാലും ട്രേഡ്സ്മാന്റെ ഏകദേശം അതേ സിലബസ് തന്നെയാണ് എടുത്ത് അവർ കോപ്പി ചെയ്തിരിക്കുന്നത് അല്ലേ? അത് പക്ഷെ നമ്മളെ ഈ NSQF ലെവൽ 5ന്റെ NSQF ലെവൽ 5ന്റെ അതില് ആ ടെക്സ്റ്റ് ബുക്കില് സെമസ്റ്റർ 2 കാണിച്ചിരിക്കുന്നു അത് ഈ ന്യൂമാറ്റിക് ഹൈഡ്രോളിക്സ്. അതുകൊണ്ട് അതെ. അപ്പൊ നമ്മള് ന്യൂമാറ്റിക്സ് അന്നേരം നമുക്ക് എക്സാമിന് അത് വരിക എന്ന സമയത്ത് നമ്മൾ അതുകൂടെ ആഡ് ചെയ്യും കൃത്യമായിട്ട്. അപ്പൊ എക്സാമിന് ഒരു 3 മാസം മുന്നേ നമുക്ക് നമ്മുടെ സിലബസ് വരില്ലേ, അതായത് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിലബസ് അവൈലബിൾ ആവും. അന്നേരം നമ്മൾ എന്താ ചെയ്യുക, അന്നേരം നമുക്ക് ഇതിനകത്ത് നമ്മളെ ആഡ് ഓൺ ചെയ്യേണ്ട കോഴ്സസ് അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യേണ്ട ടോപ്പിക്കുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അപ്പൊ നമ്മൾ നിലവിൽ നമുക്ക് നമ്മുടെ കയ്യിൽ സിലബസ് ഇല്ല. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന്റെ ഒരു സിലബസിലാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. അതായത് നമ്മൾ നോക്കി ഈ ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ NSQF ലെവൽ 5ൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പണ്ട് ഈ പറഞ്ഞ ഫോർജിങ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് നമുക്ക് ഇതിന്റെ എന്താണ് ഫോർജിങ് നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ റീസെന്റ് നടന്ന ട്രേഡ്സ്മാൻ ഫിറ്ററിന് വരെ അവരത് ഫോളോ ചെയ്തു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോ ഇനി ഈ നമ്മളുടെ സാധാരണഗതിയിൽ പ്രീവിയസ് സിലബസ് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് പുതുതായിട്ട് ഇറക്കുന്നത്. അപ്പൊ എങ്ങനെ വരും എന്നുള്ളത് മിക്കവാറും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള സിലബസ് വരാനാണ് സാധ്യത കൂടുതൽ. ഇൻ കേസ് എന്താണ് പുതിയ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 1 month കൊണ്ട് അല്ലെങ്കിൽ ആ അഡീഷണൽ ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഇത്തരത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ ന്യൂമാറ്റിക്സിന്റെ ചിലപ്പോ എന്താണ് ഒരു 2-3 ടോപ്പിക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് കൃത്യമായിട്ട് ആഡ് ഓൺ ചെയ്യും. ഓക്കെ, അങ്ങനെയല്ലേ? ഓക്കെ, താങ്ക്സ്. ഓക്കെ.
ഇത്രയാണ് നമുക്ക് ഫിറ്റർ, നമുക്ക് എല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താണ് ഒരു തസ്തിക തന്നെയാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു തസ്തിക തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഏകദേശം എല്ലാവരും ഒരു 70-75% ഒക്കെ കവർ ചെയ്ത് ഉണ്ടാകും നിലവിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് എന്താണ് പെട്ടെന്ന് തന്നെ നമ്മൾ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് തന്നെ എക്സാം വരുന്നു എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 by 1 നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാം. പഠിക്കാത്തുള്ള കാര്യങ്ങൾ, പുതിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ച കഴിയുമ്പോഴും ലാസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്നെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് അടുത്തത് വരുന്നത് ഷീറ്റ് മെറ്റൽ എക്സാം അല്ലെ, കാറ്റഗറി നമ്പർ 664/2023 ഷീറ്റ് മെറ്റൽ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ പറഞ്ഞോളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എവിടെന്നാ ലഭ്യമാകുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളുടെ കേരള PSCയുടെ ആണ് വേണ്ടുന്നുണ്ടെങ്കിൽ കേരള PSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ്സിൽ പോവാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് ഓഫ്ലൈനും ഉണ്ടാവും ഓൺലൈനും ഉണ്ടാവും. അപ്പൊ ഓഫ്ലൈൻ എക്സാം നോക്കിയ ചില എക്സാമുകളൊക്കെ ഓൺലൈനും നടത്തിയിട്ടുണ്ടാവും, PSC ഓൺലൈനും നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഓൺലൈൻ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാംസിന് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആക്കാം. അതല്ല ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓഫ്ലൈൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന്റെ ആൻസർ കീസും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ PSCയുടെ സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ PSC മാത്രം നിങ്ങൾ നോക്കരുത്. ഫോർ എക്സാമ്പിൾ നോക്കുക, ഇപ്പം ISRO, ഇപ്പം VSSC, ഇപ്പം നിങ്ങൾ ജസ്റ്റ് VSSCയുടെ സൈറ്റിൽ പോവുക. VSSC സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ഫിറ്റർ എക്സാം, അപ്പൊ അവിടെയും കുറെ അവിടെയും നമ്മൾ ഫിറ്റർ തസ്തികയിലുള്ള എന്താണ് ITA കോഴ്സസ്, ITA യോഗ്യതയുള്ള ഫിറ്റർ തസ്തികകളുണ്ട്, അതിലേക്ക് നടത്തുന്ന എക്സാംസ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പം എന്താണ് ഇപ്പം BHEL അങ്ങനെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഒക്കെ എക്സാംസ്, ഇപ്പം നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാംസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് എന്താണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ ഈ സിലബസ് തന്നെയാണ്. അതായത് ITA ഫിറ്റർ എന്നുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ ലെവൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെവൽ അല്പം കൂടുതലായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷണൽ ടോപ്പിക്സുകൾ എന്താണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്താണ് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മളോടൊപ്പം നമ്മളുടെ ആ ഒരു നോട്ടിനോടൊപ്പം ആഡ് ചെയ്ത് വെക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ PSC മാത്രമായിട്ട് കൺസിഡർ ചെയ്യരുത്. ബാക്കി ഏതൊക്കെ എക്സാംസ്, ഇപ്പം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാംസ് ആയിക്കോട്ടെ, അതല്ല മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന എക്സാംസുകൾക്ക് നമുക്ക് അവരവരുടെ കേരള PSCയുടെ സൈറ്റ് പോലെ തന്നെ മറ്റോരോ എന്താണ് സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള സൈറ്റുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എന്താണ് ക്ലാസ്സസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്കൽ ഡൗട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് കിട്ടുന്ന കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഷീറ്റ് മെറ്റലിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് നടന്ന എക്സാം കാറ്റഗറി നമ്പർ 086/2019 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ അത് ടർണർ അല്ല, ഫിറ്റർ ആണ്. അപ്പൊ നോക്കി എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നത് 2022 44 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ്. കട്ട് ഓഫ് 78 ആയിരുന്നു. പക്ഷേ 10 അഡ്വൈസ് മാത്രമേ നിലവിൽ 10 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. ഏകദേശം ആ ഒരു 2022 നടന്നതേ ഉള്ളൂ. അതിനുശേഷം 2 കൊല്ലമായിട്ട് 23 24 അവിടെ യാതൊരുവിധ അഡ്വൈസും പോയിട്ടില്ല. അപ്പൊ ഒരു പക്ഷെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എക്സാം എഴുതി അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് ചിലപ്പോൾ എന്താണ് ബാക്കി കുറച്ച് പേര് റിട്ടയർ ആവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് കൂടുതൽ വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഷീറ്റ് മെറ്റൽ നമ്മൾ പൊതുവെ ജൂനിയർ ഷീറ്റ് മെറ്റലിന്റെ ആ ഒരു സിലബസിലേക്ക് വരുമ്പോൾ 10 മൊഡ്യൂളുകളായിട്ടാണ് ഇവിടെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നോക്കി മെറ്റലർജി ആണ് അല്ലെ. ആദ്യം തന്നെ മെറ്റലർജി വന്നു, അതായത് മെറ്റൽസ് അല്ലെ. മെറ്റൽസ് നേരത്തെ കണ്ട ഫെറസ് നോൺ ഫെറസ് മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് മറ്റു രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെ. ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, ദെൻ ഫെറസ് ആൻഡ് നോൺ ഫെറസ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഫെറസ് നോൺ ഫെറസ് മെറ്റൽസ്, കാസ്റ്റ് അയൺ എന്താണ്, അതിന്റെ ടൈപ്പുകൾ,
കാർബൺ സ്റ്റീലുകൾ, അതിന്റെ ടൈപ്പുകൾ, അലോയ് സ്റ്റീലുകൾ, അതുപോലെ നോൺ ഫെറസ് അലോയ്സ്, ഫോർ എക്സാമ്പിൾ ബ്രാസ്, ബ്രോൺസ്, അങ്ങനെയുള്ള നോൺ ഫെറസ് അലോയ്സ്. ദെൻ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള ഫിറ്ററിന്റെ അതേ എന്താണ് ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ 6 മാർക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം 2-3 ദിവസം, ഫോർ എക്സാമ്പിൾ 3 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു 6 മാർക്കിന്റെ മെറ്റലർജി നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ തന്നെ ഇതിന്റെ തന്നെ ടോപ്പിക്കാണ് മറ്റ് ഫിറ്ററിലായിക്കോട്ടെ, ടർണറിലായിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത്. അപ്പൊ മെറ്റലർജി ഏകദേശം സിമിലർ ആണ്. അപ്പൊ നമുക്ക് എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മൊഡ്യൂൾ 2 നോക്കി, അവിടെയും 6 മാർക്കിന്റെ ഒരു മൊഡ്യൂൾ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റൽ സെക്ഷൻസ് ആൻഡ് മേക്കിംഗ് പ്രോസസ് അല്ലെ. ഇത്തരത്തിൽ നമുക്കറിയാം ഷീറ്റിന്റെ അല്ലെങ്കിൽ ഷീറ്റ്, പ്ലേറ്റ്, ഫോയിൽസ്, അങ്ങനെ എന്താണ് തിക്നെസ് അനുസരിച്ച്, ഗേജ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അങ്ങനെ മെറ്റൽ സെക്ഷൻസ്, ഫ്ലാറ്റ് ബാറുകൾ, ആംഗിൾസ്, ചാനൽസ്, വേരിയസ് ഹോളോ സെക്ഷൻസ്, സോളിഡ് സെക്ഷൻസ്, അങ്ങനെയുള്ള സെക്ഷൻസിന്റെ പ്രത്യേകതകളാണ് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ റോളിംഗ് പ്രോസസ്, ഈ ഓരോ തിക്നെസ്സിലേക്ക് എത്തിക്കുന്നത് റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അത് തന്നെ ഹോട്ട് റോളിംഗ് ഉണ്ട്, കോൾഡ് റോളിംഗ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ അതിന്റെ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 6 മാർക്കിന്റെ മൊഡ്യൂളാണ്. സോ അവിടെ നമുക്ക് എന്താണ് 2 ദിവസം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. വളരെ ചെറിയ മൊഡ്യൂളുകളാണ് ഈ പറയുന്ന 1-2 മൊഡ്യൂളുകൾ. മൂന്നാമത്തെ മൊഡ്യൂൾ അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം വലിയൊരു മൊഡ്യൂൾ തന്നെയാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട ഫിറ്ററിൽ കണ്ട അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രിസിഷൻ ആൻഡ് നോൺ പ്രിസിഷൻ എന്നുള്ള 2 മൊഡ്യൂളുകളായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രിസിഷനും ഉണ്ട്, നോൺ പ്രിസിഷനും ഉണ്ട്. അപ്പം പ്രിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർനിയർ കാലിപ്പർ, വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ, വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ വേർഡൊക്കെ വരുന്നത് എന്താണ് പ്രിസിഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് വയർ ഗേജ്, SWG അല്ലെ, ഇത്തരത്തിൽ വയറിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റിന്റെ ഒക്കെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വയർ ഗേജ്, സ്ക്രൂ പിച്ച് ഗേജ്, റേഡിയസ് ഗേജ്. ഓക്കെ, ബാക്കി നോക്കിയേ, മുകളിലേക്ക് നോക്കിയേ, സ്റ്റീൽ റൂള്, ട്രൈ സ്ക്വയർ, എൽ സ്ക്വയർ, ബെവൽ സ്ക്വയർ, കാലിപ്പർ, സ്ട്രൈറ്റ് എഡ്ജ്, സ്ക്രൈബർ, ഡിവൈഡർ, ട്രാമൽസ് അല്ലെ, ഇത്തരത്തിലുള്ള എന്താണ് മാർക്കിംഗ് ഡിവൈസസ്, മാർക്കിംഗ് ടൂളുകളും അതുപോലെ തന്നെ മെഷറിംഗ് ടൂളുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് 12 മാർക്കാണ് അല്ലെ, 12 മാർക്കാണ്. അപ്പൊ നമുക്ക് എന്താണ് കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. 9 ദിവസം നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. 9 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ മൂന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ 4ാമത്തെ മൊഡ്യൂൾ നോക്കിയേ, വീണ്ടും 12 മാർക്കാണ് 4ാമത്തെ മൊഡ്യൂൾ. എന്താണ് കാര്യം? കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾ അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഷീറ്റുമായി ബന്ധപ്പെട്ട്, ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസുകളും ഫോമിംഗ് ടൂൾസുകളും പഠിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷീറ്റ് മെറ്റലിന്റെ ഒരു ടോപ്പിക് ഫിറ്ററിലും വരുന്നുണ്ട്. ഒരു മൊഡ്യൂളായിട്ട് ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള സ്നിപ്സ്, ഷിയർ, എന്താണ് ബെൻഡിങ് മെഷീന് അല്ലെങ്കിൽ സ്റ്റേക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. നോക്കി, സ്നിപ്സ്, ഷിയർ, ബെഞ്ച് ഷിയർ, ഹാക്സോ ഓൾറെഡി കോമൺ ആയിട്ട് വരുന്നുണ്ട്. ചിസൽസ്, ഫയൽസ്, കട്ടിംഗ് പഞ്ചസ് ഇത്രയൊക്കെ കോമൺ ആണ്. ഡ്രിൽ ബിറ്റ് കോമൺ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ത്രെഡ് ഫോമിംഗ് ടൂൾസ്, അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ് കട്ടിംഗ് ടൂളുകൾ നമ്മൾ പഠിക്കണം. ഹാമർ ആൻഡ് മാലറ്റ്സ്, ഹാമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വുഡൻ ഹാമർ ആയിരിക്കും. മാലറ്റ് എന്ന് ഹാമേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമേഴ്സ്, ഓക്കെ, ഫോർജ് ചെയ്തിട്ടുള്ള ഹാമേഴ്സ്. ദെൻ മാലറ്റ്സ് എന്ന് പറയുന്നത് വുഡൻ മാലറ്റ്സുകൾ. ദെൻ ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേക്സ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ടൂൾസ്. സ്റ്റേക്സ് ഓൾറെഡി നമ്മൾ കണ്ടു, ഷീറ്റ് മെറ്റൽ ആൻവിൽ എന്നറിയപ്പെടുന്ന സ്റ്റേക്സ്. ദെൻ അതുപോലെ സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്പാനേഴ്സ്, വൈസ് ആൻഡ് ക്ലാംസ്. അപ്പൊ ഇവിടെയും ഇത് കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബേസിക് ആയിട്ട് കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷീറ്റ് മെറ്റൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫിറ്ററിനകത്ത് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കുറേയധികം കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിൽ എന്താണ് കൃത്യമായിട്ട് ടോപ്പിക്സുകൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടെസ്റ്റ് സീരീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 9 ദിവസം കൊണ്ട്, 9 ദിവസം ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ, ഈ 9 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഈ 14 ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, പഠിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. 5ാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കി 8 മാർക്കിന്റെ ആണ്. അപ്പൊ 4ഉം 5 അല്ലെങ്കിൽ 3ഉം 4ഉം വളരെ വലിയൊരു വെയിറ്റേജ് ഉള്ള നമ്മുടെ മൊഡ്യൂളുകളാണ്. 12 മാർക്കോളം ഉണ്ട്. അപ്പൊ 24 മാർക്ക് തന്നെ ആ ഒരു 2 മൊഡ്യൂളിനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഒരിക്കലും ആ ഒരു 24 മാർക്കിൽ നിന്നും കുറഞ്ഞു പോകരുത്. 24ൽ 24 മാർക്ക് നമുക്ക് അവിടെ വാങ്ങാൻ സാധിക്കണം. ആ രീതിയിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, ദെൻ ടോപ്പിക് നോക്കി, ഷീറ്റ് മെറ്റൽ സീംസ്
അതുപോലെ തന്നെ സ്റ്റിഫനിങ് പ്രോസസ് അല്ലെ, നമ്മുടെ ആ ജോയിന്റ്സുകൾ സീംസുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രൂവ്ഡ് സീംസ്, ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീംസ്, പാൻ ഡൗൺ സീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്ക്ഡ് അപ്പ് ജോയിന്റ്സ് അല്ലെങ്കിൽ നോക്ക്ഡ് അപ്പ് സീംസ്, ക്യാപ് സ്ട്രിപ്സ് അല്ലെങ്കിൽ ഡൗട്ട് ടെയിൽ, സ്നാപ്പ് ലോക്ക്, ബട്ട് ജോയിന്റ്, ലാപ്പ് ജോയിന്റ്, സങ്ക്, അതുപോലെ തന്നെ സ്റ്റേക്ക് ജോയിന്റ്. ഇത്തരത്തിലുള്ള ജോയിന്റുകൾ അല്ലെങ്കിൽ സീമുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതിന്റെ ചിത്രങ്ങൾ വരച്ച് പഠിക്കുക, അതിന്റെ ഡയമെൻഷൻസ് കൃത്യമായിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ സ്റ്റിഫനിങ് പ്രോസസ്, നമുക്ക് എഡ്ജ് ഒക്കെ നമുക്കൊന്ന് സ്റ്റിഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജ് വയറിങ്, ഹെമ്മിങ്, സ്വേജിങ്, ബീഡിങ്, ഫ്ലാഞ്ചിങ്, കേളിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, നമുക്ക് ആ ഒരു സ്റ്റിഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജസ് ഒക്കെ ഒന്ന് സ്റ്റിഫൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന പ്രോസസ്സുകളാണ് എഡ്ജ് വയറിങ്, അതുപോലെ തന്നെ ഹെമ്മിങ്, ദെൻ അതുപോലെ സ്വേജിങ് ആൻഡ് ബീഡിങ്, ഫ്ലാഞ്ചിങ് ആൻഡ് കേളിങ് പ്രോസസ്സുകൾ അല്ലെ. അത്തരത്തിലുള്ള സ്റ്റിഫനിങ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ അവിടെ 8 മാർക്കാണ്. സോ 8 മാർക്ക് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു 5 ദിവസം വേണ്ട, 5 ദിവസം നമുക്ക് മാക്സിമം കൊടുക്കാം. 5 ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം ടോപ്പിക്സ് കവർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാം. 6ാമത്തെ മൊഡ്യൂൾ നോക്കി 20 മാർക്കാണ്. 6ാമത്തെ മൊഡ്യൂൾ 20 മാർക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മളുടെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയ വേരിയസ് കട്ടിംഗ് ആൻഡ് ഫോമിംഗ് പ്രോസസ് അല്ലെ, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനകത്ത് കട്ടിംഗ് പ്രോസസ്സും ഉണ്ട്, ഫോമിംഗ് പ്രോസസ്സും ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സർഫസ് ഡെവലപ്മെന്റ് അല്ലെ. ഇവിടെ നിന്നൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് നടന്ന ഷീറ്റ് മെറ്റലിന്റെ എക്സാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, നോച്ചിങ്, ബ്ലാങ്കിങ്, പ്യൂസിങ്, പഞ്ചിങ്, ഷിയറിംഗ്, പെർഫറേറ്റിംഗ്, സ്ലിറ്റിംഗ്, ലാൻസിങ്, നിബ്ലിംഗ്, ട്രിമ്മിംഗ്, പാർട്ടിംഗ്, ബെൻഡിങ്, ഫോൾഡിംഗ് പ്രോസസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഷീറ്റ് മെറ്റൽ പ്രോസസ്സുകളാണ്. ദെൻ അതുപോലെ തന്നെ സർഫസ് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട സർഫസ് ഡെവലപ്മെന്റ് എന്താണ് മെത്തേഡുകളാണ് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ്, പാരലൽ ലൈൻ മെത്തേഡ്, റേഡിയൽ ലൈൻ മെത്തേഡ്, ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ മെത്തേഡ്, സർഫസ് ഡെവലപ്മെന്റ് മെത്തേഡുകളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഈ 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. ഈ 6ാമത്തെ മൊഡ്യൂൾ അതായത് ഓപ്പറേഷൻസ്, കട്ടിംഗ് ഓപ്പറേഷൻസ്, ഫോമിംഗ് ഓപ്പറേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നിരവധി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സർഫസ് ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ ടൈപ്പ് എന്താണ് ഡെവലപ്മെന്റ്സിനാണ് ഓരോന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സർഫസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഒരു 10 ദിവസം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. 10 ദിവസം കൊണ്ട് വളരെ പതുക്കെ വളരെ ഡെപ്തിൽ നമ്മൾ എന്താണ് ഓരോന്നിന്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. സോ അതിന്റെ നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 12 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് 7ാമത്തെ മൊഡ്യൂൾ. 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിയ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അവിടെ കുറെ മെഷീൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഡ്രില്ലിംഗ് മെഷീൻ, ഷിയറിംഗ് മെഷീൻ, പ്രസ് ബ്രേക്കുകൾ, ബാർ ഫോൾഡേഴ്സ്, സർക്കുലർ ഷിയേഴ്സ്, roll forming machines, fly presses, power presses, polishing and buffing machines, grinders, air compressors and spray painting equipments, pipe bending machines and equipments, heating and forging equipments, jigs and fixtures. അല്ലെ, ഈ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് നമ്മളുടെ ഫിറ്റർ എക്സാമിന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള മെഷീൻസ് നമ്മൾ പ്രധാനമായിട്ടും ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെഷീൻസുകളാണ്, എക്യുപ്മെന്റ്സുകളാണ് ഇതെല്ലാം. ഇത്തരത്തിൽ എന്താണ് ബ്രേക്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഡ്രില്ലിംഗ്, ഷിയറിംഗ് മെഷീൻസ്, ഫ്ലൈ പ്രസ്സസ്, പവർ പ്രസ്സസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൈൻഡേഴ്സ് ഉണ്ടാകും, ദെൻ എയർ കംപ്രസേഴ്സ്, പൈപ്പ് ബെൻഡിങ് മെഷീൻ, അതുപോലെ തന്നെ ഹീറ്റിംഗ് ആൻഡ് ഫോർജിങ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് 12 മാർക്കിനാണ് മൊഡ്യൂൾ 7 കൊടുത്തിരിക്കുന്നത്. 9 ദിവസമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. 9 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഈ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 12 മാർക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നോക്കേ, 8ാമത്തെ മൊഡ്യൂളും അവിടെ 12 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 12 മാർക്കിനാണ് 8ാമത്തെ മൊഡ്യൂളും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വേരിയസ് ജോയിനിങ് പ്രോസസ്, ജോയിനിങ് അല്ലെ, അത് ഈ പറഞ്ഞ പെർമനന്റ് ജോയിനിങ് ആവാം, ടെമ്പററി ജോയിനിങ് ആവാം, സെമി പെർമനന്റ് ആവാം. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കട്ടിംഗ് പ്രോസസ്, അഡ്വാൻസ്ഡ് കട്ടിംഗ്, നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള കട്ടിംഗ് പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കട്ടിംഗ് പ്രോസസ്സിലേക്ക് വരാം. വാട്ടർ ജെറ്റ് കട്ടിംഗ് അല്ലെ, വാട്ടർ ജെറ്റ് കട്ടിംഗ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് പ്രോസസ്, പ്ലാസ്മ കട്ടിംഗ്, ലേസർ കട്ടിംഗ്. ഈ പറയുന്ന 3 കട്ടിംഗ് മാത്രമേ അവരോട് പറയുന്നുള്ളൂ. ഇത്തരത്തിൽ വാട്ടർ ജെറ്റ് കട്ടിംഗ്, പ്ലാസ്മ കട്ടിംഗ്, ലേസർ കട്ടിംഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതിനുശേഷം നോക്കിയാൽ നമ്മുടെ വേരിയസ് ജോയിനിങ് പ്രോസസ് ലൈക്ക് റിവെറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ്, വെൽഡിംഗ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഫിറ്ററുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റിവെറ്റിംഗ് പ്രോസസ്സ്, സോൾഡറിംഗ് പ്രോസസ്സ്, ബ്രേസിംഗ് പ്രോസസ്സ്, ബ്രേസിംഗ് ഓപ്പറേഷൻ, ദെൻ അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് അല്ലെ, ഗ്യാസ് വെൽഡിംഗ് ആണ്. അതുപോലെ തന്നെ ഗ്യാസ് കട്ടിംഗ് ഉണ്ട്, ദെൻ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ഇനർട്ട് മിഗ് വെൽഡിംഗ് അല്ലെ, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടങ്സ്റ്റൺ ടിഗ് വെൽഡിംഗ്, ടങ്സ്റ്റൺ ഇനർട്ട് അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട്.
സോ ആ വെൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് എന്താണ് ജോയിനിങ് മെത്തേഡുകൾ, റിവെറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ് കൃത്യമായിട്ട് പഠിക്കുക. അഡ്വാൻസ്ഡ് കട്ടിംഗ് പ്രോസസ്, വാട്ടർ ജെറ്റ് മെഷീനിങ് ഉണ്ട്, പ്ലാസ്മ മെഷീനിങ് ഉണ്ട്, ലേസർ മെഷീനിങ് ഉണ്ട്. അപ്പൊ അത് മൂന്നും മാത്രം നമ്മൾ പഠിച്ചാൽ മതി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അതുകൂടെ നമ്മൾക്ക് പഠിക്കാം. 12 മാർക്കാണ് അവിടെ ഉള്ളത്. ഏകദേശം 9 ദിവസം നമുക്ക് ഇതിന് സ്പെൻഡ് ചെയ്യാം. 9 ദിവസം. ഒരു ഐഡിയ നമുക്ക് വേണം. ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പഠിക്കാനുള്ളവർക്ക് കൂടി അത് ആ ഒരു ഐഡിയ നമുക്ക് വേണം, എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒന്ന് ടൈം ടേബിൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്താൽ മതി. കൃത്യമായിട്ട് നമുക്കിത് ആ ഒരു ടോപ്പിക്സ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൊഡ്യൂൾ 9 വരാം. അവിടെ 6 മാർക്കേ ഉള്ളൂ മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. സോ മൊഡ്യൂൾ 9 എന്ന് പറഞ്ഞാൽ സർഫസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഷീറ്റ് മെറ്റലിലേക്ക് സർഫസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, സർഫസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ. അപ്പോൾ നമ്മൾ സാധാരണ സർഫസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പെയിന്റ് ചെയ്യാറുണ്ട് അല്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡീഗ്രീസിംഗ്, പിക്ലിംഗ് പ്രോസസ്, അതുപോലെ തന്നെ ഫ്ലെയിം ഡീസ്കെയിലിംഗ്, ടെമ്പററി ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് ട്രീറ്റ്മെന്റ്, പെർമനന്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് സർഫസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർഫസ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു സെഷനിൽ വരുന്നത്. അതിനുശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ അത് വരുന്നത് ബേസിക് ആയിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ, വേരിയസ് അലുമിനിയം സെക്ഷൻസ് ഏതൊക്കെയാണ്, ടൂൾ ആൻഡ് എക്യുപ്മെന്റ്സ്, സ്ക്രൂ, ബോൾട്ട്, നട്ട്, ത്രെഡ് എക്സെട്ര. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ 6 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്, 6 മാർക്സിന്റെ മൊഡ്യൂൾ ആണ്. അത് നമുക്ക് ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്ത് നമുക്കത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്കറിയാം അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരാം. ദാറ്റ് ഈസ് അവിടെയും 10ാമത്തെ മൊഡ്യൂള് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഓക്കെ, അവിടെ മാനുഫാക്ചറിങ്, റിപ്പയറിംഗ്, അതുപോലെ തന്നെ മെറ്റീരിയൽ കാൽക്കുലേഷൻ ആണ്. അതായത് നമ്മുടെ എന്താണ് ദാറ്റ് ഈസ് ട്രിഗ്നോമെട്രി കുറച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ മെൻസുറേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വോളിയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏരിയ കാൽക്കുലേഷൻ വരിക, വോളിയം കാൽക്കുലേഷൻ വരിക, അല്ലെങ്കിൽ സൈൻ കോസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂ. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിൽ അങ്ങനെ ഉള്ള ചോദ്യമാണ് വന്നത്. കോസ് 30യുടെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. സോ അതാണ് മെൻസുറേഷൻ. ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 2 ചോദ്യം വന്നിട്ടുണ്ട്. ബാക്കി 4 ചോദ്യവും ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റൂഫ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് കിച്ചൺ ആക്സസറീസ്, എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ്സ്, ഷിപ്പിംഗ് ഇൻഡസ്ട്രി, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അവിടെ ഓരോ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് മെത്തേഡുകൾ, റിപ്പയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ 10ാമത്തെ മൊഡ്യൂളിലുള്ളത്. 6 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് നമ്മളുടെ ആ ഒരു മൊഡ്യൂളുകളെ ഡിവൈഡ് ചെയ്ത് കറസ്പോണ്ടിങ് മാർക്ക് പ്രകാരം നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 2 ദിവസം കൊണ്ട് ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നോക്കി, ഫിറ്ററും ഷീറ്റ് മെറ്റലും നമുക്ക് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 10 മൊഡ്യൂളുകളാണ് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റർ എക്സാം ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഫിറ്റർ എക്സാമിലേക്ക് നോക്കി, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് 1ാമത്തെ മൊഡ്യൂൾ, ഹാൻഡ് ടൂൾസ്, അതുപോലെ തന്നെ മെഷറിംഗ് ടൂൾസ് 2ാമത്തെ മൊഡ്യൂള്, 3ാമത്തെ മൊഡ്യൂൾ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ് 4ാമത്തെ മൊഡ്യൂള്, 5ാമത്തെ മൊഡ്യൂൾ ഫാസ്റ്റനേഴ്സും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനും, 6ാമത്തെ മൊഡ്യൂൾ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഫോർജിംഗ് ഉണ്ട് 7ാമത്തെ മൊഡ്യൂള്, 8ാമത്തെ മൊഡ്യൂൾ ഷീറ്റ് മെറ്റൽ വർക്ക്, 9ാമത്തെ മൊഡ്യൂൾ വെൽഡിംഗ്, ലാസ്റ്റ് മൊഡ്യൂൾ ലെയ്ത്ത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് 10 മൊഡ്യൂളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഷീറ്റ് മെറ്റലിലേക്ക് ഷീറ്റ് മെറ്റൽ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റൽസ് ആൻഡ് അലോയ്സ്, ഇതും കോമൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ. അതായത് ഫിറ്റർ എക്സാമിന് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് മെറ്റൽസ് ആൻഡ് അലോയ്സ്. ഷീറ്റ് മെറ്റൽ സെക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾസ്, ഷീറ്റ് മെറ്റൽ സീംസ് ആൻഡ് സ്റ്റിഫനിങ് പ്രോസസ് അല്ലെ? നമുക്ക് ഇത്തരത്തിൽ മൊഡ്യൂൾ 5 നമുക്ക് പറയാം. കട്ടിംഗ് ആൻഡ് ഫോമിംഗ് പ്രോസസ് ആണ് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 7 മെഷീനിങ് ഫോർ ഫാബ്രിക്കേഷൻ, മൊഡ്യൂൾ 8 ജോയിനിങ് ആൻഡ് കട്ടിംഗ് പ്രോസസ് ലൈക്ക് വെൽഡിംഗ്, സോൾഡറിംഗ്, അതുപോലെ തന്നെ ബ്രൈസിംഗ്, റിവെറ്റിംഗ് പ്രോസസ്സുകളാണ് മൊഡ്യൂൾ 8 നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. 9 സർഫസ് പ്രിപ്പറേഷൻ ആണ്. ഇത്തരത്തിൽ പിക്ലിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള ഡീഗ്രീസിംഗ് പ്രോസസ്സുകളൊക്കെയാണ് സർഫസ് പ്രിപ്പറേഷനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ്, റിപ്പയറിംഗ്, മെറ്റീരിയൽ കാൽക്കുലേഷൻ ഇത്തരത്തിൽ മൊഡ്യൂൾ 10 നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ ഒരു ഐഡിയ നമുക്ക് ഫിറ്റർ എക്സാമിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ എക്സാമിനായിക്കോട്ടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം ഓൾറെഡി. ഇനി അതിന്റെ ഒരു എന്താണ് കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മൊത്തത്തിൽ 100 മാർക്കിനുള്ളത് ഓരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ചു. അപ്പൊ മാക്സിമം നമ്മൾ കൊടുക്കേണ്ട മൊഡ്യൂളുകൾ ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ? സോ പ്രധാനമായിട്ടും നോക്കി 7 ദിവസം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസ് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം കുറച്ച് വലിയ ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ വലിയൊരു മൊഡ്യൂളുകളാണ്, കമ്പാരിറ്റീവ്ലി വലിയ മൊഡ്യൂളുകളാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ദിവസം നമ്മൾ എടുത്ത് വേണം അത് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ അതുപോലെ തന്നെ
ഷീറ്റ് മെറ്റൽ വർക്ക് അതുപോലെ തന്നെ വെൽഡിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളുകളാണ്. സോ അത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് കുറച്ചുകൂടി സമയമെടുത്ത്, അതാണ് 7 ദിവസം നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ വെയിറ്റേജ് തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി അഡീഷണൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അധികം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സമയം എടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ പറയുന്ന 7 ദിവസം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ കുറച്ച് പേര് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ബാക്കിയൊക്കെ മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, ഹാൻഡ് ടൂൾസ്, അങ്ങനെയുള്ള കട്ടിംഗ് ടൂൾസുകളൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി ഉണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ നോട്ട്സുകൾ വായിച്ച് നമ്മളുടെ എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് എന്താണ് കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്സുകൾ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. യാതൊരുവിധ ബുദ്ധിമുട്ടും അതിനകത്തില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഷീറ്റ് മെറ്റലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്താണ് 10 മൊഡ്യൂളുകളാണ്. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു രീതി തന്നെയാവും ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിനും വരുന്നുണ്ടാവുക. ഏകദേശം അതേ സിലബസ് തന്നെയാണ്, ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഏകദേശം അതേപോലെ തന്നെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മൊഡ്യൂൾ 6 നിന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ കട്ടിംഗ് ആൻഡ് ഫോമിംഗ് പ്രോസസ്, ഷീറ്റ് മെറ്റൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ അവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഓൾറെഡി കണ്ടു, നമ്മൾ ഇത്ര ദിവസം നമ്മൾ ഓൾറെഡി അതിനുവേണ്ടി കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് അതിനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ക്ലാസ്സസ് ഫോളോ ചെയ്ത് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഷീറ്റ് മെറ്റൽ എക്സാം ആയിക്കോട്ടെ, ഫിറ്റർ എക്സാം ആയിക്കോട്ടെ, നമ്മൾ നിലവിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSCയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് ഇപ്പോൾ, അല്ലെ? കുറച്ചുകൂടി നമ്മൾ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എന്താണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയിട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അതൊക്കെ വളരെ വിദൂരമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ എന്താണ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള അല്ലെങ്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ബേസിക് ക്വസ്റ്റ്യൻസ് ഒരു 60 ക്വസ്റ്റ്യൻസ് ബേസിക് പ്രതീക്ഷിക്കാം. ഇവിടെ നോക്കിയാൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. വളരെ വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ സാധ്യതയില്ല. ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാം ആകുമ്പോൾ വളരെ ലളിതം എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രിഗണോമെട്രിയിൽ നിന്നോ മെൻസ്ട്രേഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് എന്താണ് അലവൻസ്, ടോളറൻസ് അവിടെ നിന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് അങ്ങും ഇങ്ങും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻ റീസെന്റ് നടന്ന എക്സാമിന് വരെ ഒരു ഏകദേശം 17 മുതൽ 20, 17 റേഞ്ച് ആണെന്ന് തോന്നുന്നു. 17 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു. അതും വളരെ എന്താണ് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഏകദേശം വന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദെൻ ലാസ്റ്റ് വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നോക്കിയ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എന്താണ് നമുക്ക് വായിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഉത്തരം തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു 10 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ഒരു അല്പം കട്ടി കൂടി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ഏകദേശം ഒരു 20-25 ക്വസ്റ്റ്യൻ നമുക്ക് 20 ക്വസ്റ്റ്യൻ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ നമുക്കൊരു കാൽക്കുലേഷൻ രീതിയിലുള്ള പ്രോബ്ലമാറ്റിക് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ബാക്കി ഒരു 60-50 അല്ലെങ്കിൽ 50 മുതൽ 60 ക്വസ്റ്റ്യൻ ഒക്കെ ഒരു സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത് വന്നിട്ടുള്ള രീതി തന്നെയാണ്. കൃത്യമായിട്ട് നമ്മളുടെ സിലബസ് ഓൾറെഡി നമ്മൾ ഇപ്പോഴും സിലബസ് നമുക്ക് അതാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അപ്പം വേണ്ടാത്തതുണ്ടെങ്കിൽ കളയുക, വേണ്ടുന്നുണ്ടെങ്കിൽ എടുക്കുക. നമ്മൾ വെറുതെ വാരി വലിച്ചിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ കൃത്യമായിട്ട് നമ്മളുടെ സിലബസ് കൃത്യമായിട്ട് നമ്മൾ എന്താ അനലൈസ് ചെയ്യുക. ഓരോ മൊഡ്യൂളും നമ്മളിപ്പം നിലവിൽ അനലൈസ് ചെയ്ത പോലെ തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനുശേഷം ഡിവൈഡ് ചെയ്യുക. വെയിറ്റേജ് അനുസരിച്ച് ഇവിടെ നമുക്ക് ഫിറ്ററിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി സിലബസ് അവൈലബിൾ അല്ല എങ്കിൽ തന്നെയും നമ്മൾ നിലവിലുള്ള ഒരു റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ 10 മൊഡ്യൂളുകളായിട്ട് വെച്ചു. അവിടെ വെയിറ്റേജ് 10 മാർക്ക് വെച്ചാണ് 10 മൊഡ്യൂളിനും വെയിറ്റേജ് ഉള്ളത്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മളുടെ ക്ലാസ്സസിന്റെ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ തന്നെ ഒരു നോട്ട്സ് പറ്റുമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സിലബസ് അല്ലെങ്കിൽ നമ്മൾ റോക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നോട്ട്സുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ ടൈം ടേബിൾ പ്രകാരമുള്ള
ലേണിങ്സ് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 60 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇത്ര ദിവസം നമുക്ക് കറസ്പോണ്ടിങ് നിങ്ങൾക്കിപ്പം അത് ആ ഒരു ഓർഡറിൽ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 2 ടോപ്പിക്കുകൾ എന്താണ് പാരലായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ചിലത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില രീതിയിൽ ബോറടിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് പാരലായിട്ട് മറ്റൊരു ടോപ്പിക് കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ബോറടി മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പാരലായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓരോ ആഴ്ചയിലും നമ്മൾ എന്താണ് വീക്ക്ലി റിവിഷൻ ചെയ്യുക. ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസും കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നോക്കി അവസാനത്തെ 5 ദിവസം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. അവസാനത്തെ ഒരു 5 ദിവസം, അപ്പൊ ഈ പറഞ്ഞ ഇതിൽ 15 ദിവസം റിവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തെ 5 ദിവസം ലാസ്റ്റ് 5 days എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൂൾ ഓഫ് ടൈം പോലെയാണ്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് അധികം പുതിയ ടോപ്പിക്കുകൾ ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നിൽക്കേണ്ട. സോറി. അപ്പൊ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സാം ഹോളിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും പോകരുത്. അല്ലാണ്ട് പുതിയ ടോപ്പിക് ഒന്ന് ജസ്റ്റ് വിട്ടിട്ട് കുഴപ്പമില്ല, 1-2 ക്വസ്റ്റ്യൻസ് വിട്ടാലും നമുക്ക് കുഴപ്പമില്ല. ബാക്കി 98 മാർക്ക് ഉണ്ടല്ലോ, 2 വിട്ടാലും അല്ലെങ്കിൽ 5 വിട്ടോ 95 മാർക്ക് ഉണ്ടല്ലോ, ഈ 95 മാർക്സ് നമ്മൾ വിട്ട് കളയരുത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ച കാര്യം വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഏതും ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഷോർട്ട് നോട്ട്സ് കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക, നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സുകൾ ഉണ്ടാകും. ആ നോട്ട്സ് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക. ഓക്കെ, ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് ചെയ്യുക. എന്ത് പ്രാക്ടീസ് ചെയ്യുക? നമ്മളുടെ ടെസ്റ്റുകൾ ഏതാ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ NCVT ഓൺലൈൻ NCVT ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ടെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഇപ്പോൾ ഫിറ്ററിൻ്റെ ഉണ്ടെങ്കിൽ അതിന്റെ നമുക്ക് ഓൺലൈൻ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിരവധി ഇതുപോലെയുള്ള സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ സൈറ്റിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ഒന്ന് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത് ഒരു തവണ ചെയ്തെന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കരുത്. വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അതേ ക്വസ്റ്റ്യൻ പേപ്പർ, ചിലപ്പോൾ അന്ന് തെറ്റിയ കാര്യങ്ങൾ പിന്നീട് നമുക്ക് അത് തെറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താണ് 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അത് തന്നെ റിവൈസ് ചെയ്യുക കേട്ടോ. അത് തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ നമുക്ക് നേരിടാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും. നമുക്ക് എക്സാംസിൽ കൃത്യമായിട്ട് നമ്മുടെ ഹോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിക്കും. യാതൊരുവിധ ഡൗട്ടും കൂടാതെ തന്നെ കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ റെഫറൻസിലേക്ക് വരുമ്പോൾ ഫിറ്റർ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NSQ ലെവൽ 5 ആണ് ഓൾറെഡി നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടിരുന്നത് അല്ലെ. NSQ ലെവൽ 5 ആണ് നിലവിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ആ ഒരു ലെവലിൽ നമുക്ക് അവിടെ നമുക്ക് അതിന്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ട്രേഡ് തിയറി ഉണ്ട്, മെയിനായിട്ട് ട്രേഡ് തിയറി ഉണ്ട്, ട്രേഡ് പ്രാക്ടിക്കൽ ഉണ്ട്. അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് കടന്നു പോവുക എല്ലാവരും. ദെൻ അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് NSQF ലെവൽ 3 ആണ്. ട്രേഡ് തിയറി നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. സോ ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ജെറോക്സ് എടുക്കുക ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്നുണ്ടെങ്കിൽ മറ്റ് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ INT പബ്ലിക്കേഷൻസിലേക്ക് ഫിറ്റർ തിയറി ഒക്കെ നമ്മളുടെ ഫ്ലിപ്കാർട്ടിലെ അല്ലെങ്കിൽ ആമസോൺസ് അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇൻ കേസ് ഫർദർ റെഫറൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഷീറ്റ് മെറ്റൽ വർക്ക് ട്രേഡ് തിയറി ബൈ RBD പബ്ലിഷേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തിരുന്നാലും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നിമി ടെക്സ്റ്റ് തന്നെ കൊടുക്കുക. അതിനകത്തുള്ള ഡേറ്റാസിനൊക്കെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാനായാലും അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ ആ വാല്യൂസ് ഒക്കെ തന്നെ അതിനകത്തൊക്കെ ഉള്ള വാല്യൂസ് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് റെഫറൻസ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NCVT ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ textbook.com അതുപോലെ തന്നെ എക്സാം വേദ സൈറ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ള സൈറ്റുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. bharatskills.gov.in ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ അവൈലബിൾ ആണ്. സോ അതിലൂടെ നിങ്ങൾ കടന്നു പോവുക. ദെൻ sanfoundry.com അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്
books.com ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള മറ്റ് സൈറ്റുകളാണ്, വെബ്സൈറ്റുകളാണ്. സോ അതിലൂടെ നിങ്ങൾക്ക് നോക്കാം, ജസ്റ്റ് സർഫ് ചെയ്ത് പോകാം. അത്യാവശ്യം വരുന്ന ഡേറ്റാസ് ഒക്കെ, അല്ലെങ്കിൽ അധികം സമയം ഇതിനകത്ത് കളയാൻ നിൽക്കേണ്ട കാര്യം. ഓൾറെഡി ഇത്തരത്തിലൊക്കെയുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. സോ മാക്സിമം ഡേറ്റാസ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ്, അധികം ഇതിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് സമയം കളയാണ്ട് കൃത്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള നോട്ട്സും ഡേറ്റാസും മാക്സിമം അത് പഠിച്ചതിന് ശേഷം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറയുന്ന നമ്മുടെ കയ്യിലുള്ള നോട്ട്സും മറ്റു കാര്യങ്ങളും, നമ്മുടെ ക്ലാസ്സസ് കൃത്യമായിട്ട് ഒരു ക്ലാസ്സസും മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്യുക. എല്ലാ ക്ലാസ്സസിന്റെയും നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് ടെസ്റ്റ് സീരീസുകൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടും 90 അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന ഫിറ്റർ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒരു 75 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു 60 ദിവസമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബാക്കി 15 റിവിഷൻ ആണ്. ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ഇനി ഓൾറെഡി ഏകദേശം നമ്മളുടെ കോഴ്സസ് കൂടെ എല്ലാവരും ഏകദേശം നമ്മളുടെ ആ ഒരു 70, 75, 80 റേഞ്ചിലേക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന ഒരു എന്താണ് സിലബസ്, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ ഫിറ്ററിനൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ സിലബസ് വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്താണ് മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നുണ്ടാകും. യാതൊരുവിധ സംശയത്തിനകത്ത് വേണ്ട. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് ബാക്കി അഡീഷണൽ പോയിന്റ്സുകളൊക്കെ നമുക്ക് അവിടെ നിന്നും നമുക്ക് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമ്മളുടെ എക്സാം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നന്നായിട്ട് പഠിക്കുന്നില്ലേ എല്ലാവരും? ചെയ്യുന്നുണ്ട്. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ച് ഒന്ന് സീരിയസ് ആയിട്ട് നമുക്ക് കാര്യം അടുത്ത് വന്നു പരീക്ഷ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കുകളും പഠിച്ച് മുന്നോട്ട് പോകുക കേട്ടോ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.